പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. എല്ലാവർക്കും നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല വലത്ത് വശത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയും കൂടി ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇതിൽ ചെയ്യുന്ന ഭാഗങ്ങളുടെ കൃത്യമായ ആ നോട്ടിഫിക്കേഷൻ അറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ബെൽ ബട്ടൺ അമർത്തണം എന്ന് പറയുന്നത്. പ്രിയരെ, പൃഥുവിൻ്റെ ചരിതമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് മൂന്നാമത്തെ ഭാഗമാണ്. അത് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഒരു എപ്പിസോഡോ 2 എപ്പിസോഡോ ഇത്രയൊന്നും കഴിയണതല്ല. അങ്ങനെ ചുരുക്കി പറയുകയാണ്. എന്നിട്ട് തന്നെ എത്ര. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടതെല്ലാം ഭൂമിയിൽ നിന്ന് കറന്നെടുത്തു. ഭൂമി പശുക്കുട്ടിയായി നിന്നു. അതാത് ആൾക്കാരെ പ്രധാനിയെ പശുക്കുട്ടിയാക്കി സങ്കല്പിച്ച് ഉചിതമായ പാത്രങ്ങളിൽ അവർക്ക് വേണ്ടത് കറന്നെടുത്തു എന്നാണ് പറഞ്ഞത്. ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുഗുണമാണ് ഈ ഭൂമിയെ കാണുന്നതും ആ ഭൂമിയിൽ നിന്ന് ഓരോന്ന് ഉൾക്കൊണ്ട് അവർ ജീവിക്കുന്നതും എന്നാണ് ചുരുക്കം. പിതൃക്കൾക്ക് കവ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ശ്രാദ്ധം ഊട്ടിയിരുന്നു എന്നർത്ഥം. സംഗീതജ്ഞർക്ക് അവർ കറന്നെടുത്തു എന്ന് പറഞ്ഞാൽ അന്ന് നല്ല സംഗീതജ്ഞരുണ്ടായിരുന്നു എന്നർത്ഥം. അവരെ പ്രോത്സാഹിപ്പിച്ച് അംഗീകരിച്ചിരുന്നു പൃഥു എന്നാണ് അർത്ഥം. വേറെ രീതിയിൽ കഥയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പൃഥു മഹാരാജാവിൻ്റെ അശ്വമേധയാഗമാണ്. ഒരു രാജാവായ അശ്വമേധയാഗം, മറ്റ് ഈശ്വര കാര്യങ്ങൾ ഇതൊക്കെ അനുഷ്ഠിക്കാനുള്ള ബാധ്യതയുണ്ട്. ഇന്നിപ്പോൾ അതില്ല. ധാർമ്മികത എന്ന് പറയുന്നത് തീരെയില്ല. എന്തെങ്കിലും ചെയ്ത രാജ്യത്തെ മുഴുവനെ കാവ്യവൽക്കരിക്കുകയാണ്. രാജ്യത്തെ കാവ്യവൽക്കരിക്കുക. അത്ര കാവ്യ പൊതിയല്ലേ പിന്നെ രാജാവിന് പണി. അപ്പോൾ നല്ല കാര്യങ്ങൾ അനുഷ്ഠിച്ചാലോ ഒരു ക്ഷേത്രം പണിതാലോ അടക്കം വിമർശിക്കണ കാലമാണ്. അതല്ല അതിൻ്റെ ശരി. ഇവിടെ പഴയ രാജാക്കന്മാർ, ദശരഥ മഹാരാജാവ് അശ്വമേധയാഗം നടത്തിയ എല്ലാ രാജാക്കന്മാരും അങ്ങനെ ഈശ്വര കാര്യങ്ങൾ അനുഷ്ഠിച്ച പാരമ്പര്യം പടിയുണ്ട്. ചെയ്തതൊരു തെറ്റൊന്നുമല്ല. അതിനെ ഒരു വർഗീയമായിട്ട് കാണും വേണ്ട. അനവധി അശ്വമേധയാഗം നടത്തിയിട്ട് ഈ കുതിരയെ അഴിച്ചു വിട്ടാൽ, ആ കുതിര തിരിച്ചെത്തിയാൽ യജ്ഞം വിജയിച്ചു എന്നർത്ഥം. ആരെങ്കിലും പിടിച്ചു കെട്ടിയാൽ ഒരു എതിരാളി ഉണ്ട് എന്ന്. അനവധി യാഗത്തിൽ ഈ കുതിരയെ അഴിച്ചു വിട്ടു. ആരും കെട്ടിയില്ല, തിരിച്ചെത്തി. പക്ഷെ ഒരു യാഗം പിന്നെയും നടത്തിയപ്പോൾ കുതിരയെ കാണാനില്ല. ഇത്ര കാലമില്ലാത്തൊരു ശത്രുപാര. ഇപ്പം ഈ പൃഥുവിൻ്റെ മക്കൾ വിജിതാശൻ, ധൂമ്രകേശൻ, നര്യശൻ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. അവർ പോയി നോക്കി, അച്ഛൻ്റെ കുതിരയെ തിരഞ്ഞു പോയി. അന്വേഷിച്ചപ്പോൾ കുതിരയെ കിട്ടി. ഇതാ നിൽക്കുന്നുണ്ടല്ലോ കുതിര. ആരാവാം ഇതിനെ ഇപ്പം പടക്കൊടുന്ന് നിർത്തിയിരിക്കണം. അന്വേഷിച്ച് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. എന്തായാലും കുതിരയെ കൊടുന്ന് യജ്ഞം ആവർത്തിക്കണം. തടസ്സപ്പെട്ടുല്ലോ, ആവർത്തിക്കണം. ഇനി ഒന്ന് അഴിച്ചു വിട്ട് നോക്കുക. അഴിച്ചു വിട്ടപ്പോൾ കുതിരയെ പിന്നെ അതാ കാണാനില്ല. അപ്പോൾ ഒരു ശത്രു ഉണ്ടെന്ന് തീർച്ചയായി. എതിർച്ചയാ കുതിര അവിടെ പോയി നിന്നതല്ല, ശത്രു ഉണ്ട് ഉറപ്പായി. ചെന്ന് നോക്കി കുതിരയെ കിട്ടി, ആളെ കിട്ടില്ല. ഇങ്ങനെ പല പ്രാവശ്യം യജ്ഞം നടത്തുക, കുതിരയെ അഴിച്ചു വിടുക, കുതിരയെ കാണാണ്ടേവ, കുതിരയെ അന്വേഷിക്കുക, കുതിരയെ കിട്ടുക, ശത്രുവിനെ കാണാതിരിക്കുക. ഇത് നടന്നപ്പോൾ അത്രി മഹർഷി ഇതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികളെ, നിങ്ങളിപ്പോൾ എത്ര പ്രാവശ്യമായി ഈ കുതിരയെ ഇങ്ങനെ അഴിച്ചു വിട്ടിട്ട് അപഹരിക്കപ്പെട്ടതായിട്ട് കാണുന്നു? കള്ളനെ പിടിക്കേണ്ടേ, എന്നാലല്ലേ പ്രശ്നം അവസാനിക്കുള്ളൂ എന്നായി അത്രി മഹർഷി. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, മഹർഷി ആരാണോ ഇത് ചെയ്യണതെന്ന് ഇപ്പം ഞങ്ങൾ അറിയണില്ലല്ലോ, അറിഞ്ഞിട്ട് വേണ്ടേ അവരെ പിടിക്കാൻ? എന്നാൽ എന്നെ ഒന്ന് തൊട്ട് നോക്കിക്കോളൂ, കള്ളനെ കാണാം. എന്നാണ് നോക്കണമല്ലോ. അത്രി മഹർഷി സ്പർശിച്ച് നോക്കിയപ്പോൾ അതാ കള്ളൻ പോണ് കണ്ടു. ആരാണ് അത്? ദേവേന്ദ്രൻ പ്രച്ഛന്ന വേഷത്തിൽ ആകാശത്ത് കൂടെ ഇങ്ങനെ പോവുകയാണ്. എന്തിനാ വേഷം മാറണം? ആളെ അറിയാണ്ടിരിക്കാൻ. അല്ലാണ്ട് എന്തിനാ വേഷം മാറണം? അറിഞ്ഞാൽ കുഴപ്പമില്ല വെച്ചാൽ വേഷം മാറുമോ? അപ്പോൾ ആളെ അറിയാതിരിക്കാനാണ് ഇവൻ ഇന്ദ്രൻ വേഷപ്രച്ഛന്നനായിട്ട് ആകാശത്ത് കൂടെ കുതിരയെ അവിടെ കൊടുന്ന് നിർത്തി സഞ്ചരിച്ച് പോയിരിക്കണം. പിടിക്കാൻ വരുമ്പോൾ മറയും. എന്നാൽ ശരി, ഈ ഇന്ദ്രൻ്റെ കഥയുണ്ട് കഴിക്കുക തന്നെ. അങ്ങനെ അച്ഛനെ എതിർത്താൽ നമ്മൾ വിടാൻ പാടുമോ മക്കൾ? ആണ് അച്ഛനോടൊക്കെ ഉള്ള സ്നേഹം പണ്ട് മക്കളൊക്കെ അവരെ തന്നെ ബലി കഴിച്ചാലും വേണ്ടില്ല. അച്ഛൻ്റെ
തെറ്റിന് അവർ പകരം ചോദിക്കും. അങ്ങനത്തെ കാലമാണ്. ആ പിതൃഭക്തി, മാതൃഭക്തി, പിതൃഭക്തി ഇത് രണ്ടും ഉള്ള കാലമായതുകൊണ്ട് ഇന്ദ്രനെ വധിക്കാൻ നോക്കി കുട്ടികൾ. അധികപ്രസംഗി എങ്ങളുടെ അച്ഛൻ്റെ കുതിരയെ കൊണ്ടുപോകാറായോ? അത് ഭഗവാനാണ്, വേറെ ആരുമല്ല. അച്ഛനെ ചില്ലറക്കാരനാണോ? ഇപ്പം ദേവേന്ദ്രൻ പേടിയായി. നിവൃത്തിയില്ല, തല പോണതിനെ പേടിയില്ലാണ്ടിരിക്കുമോ? ഇപ്പോൾ വിഷ്ണു ഭഗവാൻ അവിടെ ഇടപെട്ടു. വിഷ്ണു തന്നെയാണ് പൃഥു, വേറെ രൂപത്തിൽ അവിടെ പെട്ടു. ശംഖചക്രഗദാത്മാദികളൊക്കെ ധരിച്ച്. അവർക്ക് അറിയൊന്നുമില്ല. അങ്ങനെ അച്ഛനാണെന്നുള്ള ബോധത്തോടു കൂടിയൊന്നുമല്ല, വിഷ്ണു ആണെന്നേ കരുതിയുള്ളൂ. സത്യത്തിൽ ഇവരുടെ അച്ഛൻ തന്നെയാണത്. കുട്ടികളെ, എന്തിനാണ് നിങ്ങൾ ഇന്ദ്രനെ കൊല്ലാൻ നോക്കണം? ഇന്ദ്രനൊരു വലിയ പദവിയിലുള്ള ആളാണ്, അവരെയൊക്കെ കൊല്ലണോ? അല്ല അങ്ങനെയല്ല, അച്ഛൻ്റെ കുതിരയെ കട്ടു, അതുകൊണ്ടാണ് ഞങ്ങൾ. അല്ല, അങ്ങനെ പാടില്ല. ദേവേന്ദ്രനാണ് അത്. ദേവേന്ദ്രൻ എത്രാമത്തെ യജ്ഞമാണ് ഇപ്പോൾ നടത്തുന്നത്? നിങ്ങളുടെ അച്ഛൻ എത്രാമത്തെ യജ്ഞമാണ് നടത്തുന്നത് എന്ന് കണക്കാക്കിയിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല. അത് പൃഥുരാജാവും വന്നു കേട്ടോ. അവിടെ പൃഥുവും വന്നു. എന്തോ മക്കളും വിഷ്ണു ഭഗവാനുമായിട്ടും ഇന്ദ്രനുമായിട്ടും പ്രശ്നമുണ്ടെന്ന് കണ്ടപ്പോൾ അച്ഛൻ അവിടെ എത്തി പൃഥു. ഇപ്പോൾ ഭഗവാൻ ചോദിച്ചു പൃഥുവിനോടും മക്കളോടും കൂടിയിട്ട്, നിങ്ങൾ എത്രാമത്തെ യജ്ഞമാണ് നടത്തുന്നത്? അത് ഞങ്ങൾ കണക്ക് വയ്ക്കലില്ല. നല്ല കാര്യങ്ങൾ എന്തിനാ കണക്ക് വയ്ക്കണേ? കണക്കില്ലാണ്ട് നടക്കില്ലേ വേണ്ടത്? എന്നാൽ വേറൊരാൾ കണക്ക് വയ്ക്കേണ്ട ഇന്ദ്രൻ. 100 യജ്ഞം തികഞ്ഞാൽ അയാൾക്ക് ഇന്ദ്രനെ ആവാനുള്ള അവകാശമാണ്. അപ്പം അങ്ങ് 99 യജ്ഞമായി നടത്തണം. ഈ യജ്ഞം കൊണ്ട് നിർത്തുക നല്ലത്. അല്ലെങ്കിൽ ദേവേന്ദ്രൻ്റെ സ്ഥാനം പോവും. അവൻ കുറച്ചു കാലം അവിടെ ഇരുന്നോട്ടെ, നിങ്ങൾക്ക് എന്താ? അതുകൊണ്ട് 99ാമത്തെ യജ്ഞം കൊണ്ട് നിർത്തിക്കൂടെ പൃഥുവും ചോദിച്ചു. ആരാ ചോദിക്കണം? വിഷ്ണു ഭഗവാൻ. അതിലപ്പുറം ഒരു നിയമമുണ്ടോ ഈ ലോകത്തിൽ? അങ്ങനെയാവാം ഭഗവാന്. അങ്ങ് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് പറയാൻ ഇവിടെ ആരാ ഉള്ളത്? എനിക്ക് 99 യജ്ഞം മതി എന്ന് അങ്ങ് പറഞ്ഞാൽ പിന്നെ എന്താ അതിൽ ചോദിക്കാനുള്ളത്? അങ്ങ് പറഞ്ഞില്ലെങ്കിൽ യജ്ഞം നടത്തും. അങ്ങ് പറഞ്ഞാൽ ആ നിമിഷം ഞാൻ നിർത്തേണ്ട ആളല്ലേ? ഉള്ള ബാധ്യത എനിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങേരിക്കാൻ ഈ 14 ലോകത്തിൽ ആരാ ഉള്ളത്? എന്നാൽ ഞാൻ നിർത്തിക്കോളാം. അങ്ങക്ക് 100 യജ്ഞം നടത്തിയ പേര് ഞാൻ തരാം. ആ സ്ഥാനം അങ്ങേക്ക് കിട്ടും. ഏകോന ശതക്രതു. 99, 100 കുറഞ്ഞത് ഏകോന ശതക്രതു. അപ്പോൾ ശതക്രതു എന്നുള്ള പേരുണ്ട്, പക്ഷേ 1 കുറഞ്ഞു എന്നേ ഉള്ളൂ. സംസ്കൃതത്തിൽ അങ്ങനെ 99 പറയാം ഏകോന വിംശതിതമോധ്യായ എന്ന് പറഞ്ഞാൽ 19. വിംശതിയിൽ 1 കുറഞ്ഞത് അങ്ങനെ പറയുക. ഏകോന നവതിതമോധ്യായ എന്ന് പറഞ്ഞാൽ 89. ഏകോന ശതക്രതു, ഏകോന ശതാതി എന്ന് പറഞ്ഞാലോ 99. അപ്പം ആ ശതക്രതു എന്നുള്ള പേര് കിട്ടും ചെയ്തു. 99 നൃത്തം ചെയ്തു. 100ാമത്തെ നടത്തിയതും ഇല്ല. ഇന്ദ്രനും അലോഗ്യമില്ല. അപ്പോൾ പൃഥുവിന് അതിൻ്റെ താല്പര്യമില്ല ഈ പേരിൽ. ഭാഗവത രത്നം, ഭാഗവത ദീപം, ഭാഗവത, ഈ എന്തൊക്കെ പേരാ ഇപ്പോൾ ഓരോരുത്തർക്ക് കൂട്ടിയിടുന്ന ആലോചിച്ചു നോക്കൂ. ഭഗവാൻ പറഞ്ഞു അതൊരു പേരിലും എനിക്ക് താല്പര്യമില്ല. ഈ വ്യാസൻ എവിടെയെങ്കിലും ഗ്രന്ഥത്തിൽ ബൈ വ്യാസൻ എന്ന് ഇട്ടിട്ടുണ്ടോ നോക്കൂ. 18 പുരാണങ്ങളും ഉപപുരാണങ്ങളും വേദത്തിൽ വ്യാസൻ എന്നൊരു വാക്ക് നമുക്ക് കാണാൻ കഴിയില്ല. അദ്ദേഹമാണ് ഉണ്ടാക്കിയതെന്ന് അറിവുള്ളവർ പറയുന്നതുകൊണ്ട് നമ്മൾ വിശ്വസിക്കണമെന്നല്ലാണ്ട് ഒരു പേര് അദ്ദേഹം വെച്ചിട്ടില്ല. എന്നിട്ടാണ് ഇപ്പോൾ ഭാഗവത ഹംസം, ഭാഗവത കോകിലം, ഭാഗവത കുളക്കോഴി, ഭാഗവത കാക്കാന്നിടാത്തത് ഭാഗ്യം. അപ്പോൾ പൃഥു പറയുകയാണ് ഇതിലൊന്നുമല്ല കാര്യം. നമ്മുടെ മഹത്വം നമുക്കുണ്ടാവും. അത് മറ്റൊരാളെ പേരോ ശീലോ വെച്ച് അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. നമ്മുടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് പറയാം, ബാലകൃഷ്ണ പിഷാരോടിക്ക് ഒരു കൊല്ലത്തിൽ 52 വായനയിലധികം ഉണ്ടാകും. പറഞ്ഞാൽ വിശ്വസിക്കില്ല. സത്യമാണ്, നമുക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. ഒരു പേരും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. ഒരു പേരും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം നടത്തിയതിക്കില്ല അദ്ദേഹം തന്നെ പോയിരുന്നത് ഒരു പുറേക്ക. 4 കൊല്ലം അദ്ദേഹം തന്നെ കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് മാറ്റുന്നത്. അപ്പം അത്രയധികം ഉള്ള അദ്ദേഹം പറയുകയും ചെയ്യും. പേര് വയ്ക്കാൻ സമ്മതിക്കില്ല. എന്താ പേര് വയ്ക്കേണ്ട ബാലകൃഷ്ണ വെച്ചാൽ മതി, വേറെ പേരൊന്നും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഇപ്പോഴും എന്താ ഒരു സജ്ജനങ്ങൾക്ക് ഈ പ്രശസ്തി, ഈ പേര് ഇതിനോട് പൃഥുവിനെ പ്രകീർത്തിക്കുമ്പോൾ തന്നെ പൃഥു പറഞ്ഞു എന്നെ പ്രകീർത്തിക്കേണ്ട, ഞാനത് ആഗ്രഹിച്ചല്ല ഒന്നും ഈ ലോകത്തിൽ ചെയ്യണത്. നമ്മൾ ചെയ്തതൊക്കെ അവിടെ ആര് കണക്ക് വെച്ചിട്ടുണ്ടാവും? ഭഗവാൻ കണക്ക് വെച്ചിട്ടുണ്ടാവും. അത് പോരെ. ഇനി അതിലപ്പുറം ഇവരുടെ കണക്ക് നമുക്ക് ആവശ്യമൊന്നുമില്ല എന്ന് പറയാം. എന്തായാലും ആ പൃഥു തൻ്റെ പ്രജകൾക്ക് നല്ലൊരു ഉപദേശം കൊടുത്തു. ഉപദേശം പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് കേട്ടോ, കുറേ അധികം പറയാനുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ വിസ്തരിച്ചിട്ട് കൊടുക്കണില്ല. ചുരുക്കത്തിൽ നമ്മൾ പറയാം, പ്രജകളെ, ഈ ലോകത്തിലെല്ലാവരും അവരവരുടെ ധർമ്മം നല്ലപോലെ അനുഷ്ഠിക്കണം.
എന്നിട്ട് വേണം ബാക്കി പൊതുകാര്യമോ ബാക്കി കാര്യങ്ങളോ ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ്. അപ്പം അതെന്താണത്? അത് സാധാരണ നിലയ്ക്ക് ഒരു ഭാര്യയുടെ ധർമ്മം ഭർത്താവിനോടോ കുടുംബത്തിനോടോ ചെയ്യാണ്ട് ലോകം നന്നാക്കാൻ നടക്കുക ഭാഗവതം വായിക്കുന്നതാണ്, അല്ലെങ്കിൽ ഡാൻസാണ് നടന്ന വല്ല കാര്യമുണ്ടോ? ഒരു ഭർത്താവാണെങ്കിലും അത് വീട്ടിലത്തെ കാര്യം നോക്കാണ്ട് താൻ പൊതുസേവനത്തിന് ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ തൻ്റെ പ്രവൃത്തി നന്നായിട്ട് ചെയ്യണം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾക്ക് വിലയുള്ളൂ. ഒന്നിട്ടാലേ പൂജ്യങ്ങൾക്ക് വിലയുള്ളൂ. അപ്പോൾ ഈ വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്തു? പൃഥുവിനോടും ഉപദേശം കൊടുത്തു. രാജാവിൻ്റെ ധർമ്മം രാജാവ് ചെയ്യണം. അതാണ് ശ്രേയപ്രജാ പാലനമേവരാജ്ഞു. രാജാവിൻ്റെ കടമ പ്രജകളെ പാലിക്കലാണ്. എന്നിട്ട് അശ്വമേധോ ബാക്കി കാര്യങ്ങളോ ഈശ്വര കാര്യങ്ങളോ അനുഷ്ഠിക്കലോ പുരാണോ എന്ത് വേണമെങ്കിൽ ആവാം. അതിനൊക്കെ വിലയുണ്ടാവണം വെച്ചാൽ രാജധർമ്മം നന്നായിട്ട് പാലിക്കണം എന്ന് പറയണം. അപ്പോൾ ബാക്കിയുള്ളവരോ അവരുടെ ധർമ്മം നന്നായിട്ട് പാലിക്കണം. പുത്രൻ പുത്രധർമ്മം അനുഷ്ഠിച്ചിട്ട് ബാക്കിയൊക്കെ ചെയ്യുക. പുത്രധർമ്മത്തിനെ ഭംഗം വരുത്തിയിട്ട് വേറൊന്നും കാര്യമില്ല. അല്ലേ? ഇപ്പം സ്ത്രീധർമ്മത്തിൻ്റെ എന്താണ് സ്ത്രീധർമ്മം? ഒരു കുടുംബത്തിൽ നേതൃത്വം കൊടുത്ത് ആ കുടുംബത്തിനെ നന്നാക്കാൻ, അല്ലേ, എനിക്ക് കടമയൊന്നുമില്ല. ഒരു കുടുംബത്തിൽ ഒതുങ്ങേണ്ടതല്ല ഒരു സ്ത്രീയുടെ ജീവിതം. നല്ലൊരു കുടുംബത്തിന് മാതൃക കാണിക്കാതെ ആ സ്ത്രീ, എൻ്റെ അഭിപ്രായമാണ് വെച്ചാൽ നമ്മുടെ ശാസ്ത്രപ്രകാരം എൻ്റെ സ്വന്തമല്ല, വേറെ എന്ത് ഗുണം ഉണ്ടായിട്ടും ആ സ്ത്രീക്ക് കാര്യമില്ല. ഒരു കുടുംബം നന്നാക്കാൻ അല്ലെങ്കിൽ നന്നായിട്ട് അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കാൻ പരാജയപ്പെട്ട ഒരു സ്ത്രീ വേറെ എന്താണ് ഇവിടെ നേടുക? ഒന്നും നേടാനില്ല. അപ്പം ചോദിക്കും ഭർത്താവ് ശരിയല്ലെങ്കിലും വേറെ ഭർത്താവിനെ സ്വീകരിക്കാമല്ലോ, അതിനിവിടെ നിയമമുണ്ട്. ഡൈവോഴ്സ് എടുത്തിട്ട് മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കണം. ഒരു നിലയ്ക്കും തൻ്റെ കുടുംബം എന്ന ഒരു കുടുംബ വിളക്കായി തിളങ്ങാതെ ആ സ്ത്രീ വേറെ എങ്ങനെ തിളങ്ങിയാൽ തിളങ്ങില്ല. നമ്മുടെ ശാസ്ത്രവും അനുഭവവുമാണ് ഇത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അത്തരത്തിലുള്ള ഉപദേശങ്ങൾ നിങ്ങൾ കേൾക്കരുത്. ആര് പറഞ്ഞാലും, ഞാൻ ഒരു പ്രത്യേക വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. ഇപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാലമാണ്. ഭർത്താവില്ലെങ്കിൽ എന്താ സ്ത്രീ കഴിയില്ലേ? കുടുംബം ഇല്ലെങ്കിൽ എന്താ സ്ത്രീ കഴിയില്ലേ? സ്ത്രീ ഇല്ലെങ്കിൽ എന്താ പുരുഷൻ കഴിയില്ലേ? കഴിയില്ലേ എന്നുള്ളതല്ല. നല്ലൊരു പുരുഷൻ ഒരു കുടുംബനാഥനാവുകയാണോ വേണ്ടത്? നല്ലൊരു സ്ത്രീ കുടുംബനാഥയാവുകയാണോ വേണ്ടത്? അത് പ്രകൃതി നിയമമാണ്. അഥവാ ഒരു പുരുഷൻ പറ്റിയില്ലെങ്കിൽ അവൾ മാറ്റാം, ഒരു സ്ത്രീ പറ്റിയില്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാം. കാരണം ശരിയല്ലാത്ത സ്ത്രീയെ രക്ഷിക്കരുത് എന്ന് ശാസ്ത്രവും പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റൊന്നുമല്ല. പക്ഷെ കുടുംബമേ വേണ്ട എന്ന് വയ്ക്കുന്നത് ഒരു കേമത്തമല്ല. അത് അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് ഒരു സ്ത്രീയുടെ കേമത്വം, പുരുഷൻ്റെ കേമത്വം. അപ്പം അവനവൻ്റെ ധർമ്മം നന്നായിട്ട് അനുഷ്ഠിച്ചിട്ട് വേണം ആത്മീയാണെങ്കിലും സാമൂഹ്യ സേവനമാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമുക്ക് അടിസ്ഥാനമായിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ട ധർമ്മമാണ്. കുടുംബനാഥനാവുക, കുടുംബനാഥയാവുക, നല്ലൊരു പുത്രനാവുക, നല്ലൊരു പുത്രിയാവുക, നല്ലൊരു അച്ഛനാവുക. ഇതല്ലേ മനുഷ്യന് വേണ്ടത്? കാരണം ഞാൻ സാമൂഹ്യ സേവകനാണ്, ഞാൻ സന്യാസിയാണ്, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. എത്രയോ ലക്ഷം ആൾക്കാർ കൂടുമ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമേ കുടുംബം കൂടാതെ സന്യസിക്കാനുള്ള യോഗ്യതയുള്ളൂ. ഒരു ശങ്കരാചാര്യക്ക് ഉണ്ടാവാം, ഒരു വിവേകാനന്ദൻ ഉണ്ടാവാം, അല്ലാത്തവർക്കൊന്നും ഉണ്ടാവില്ല. അതിൻ്റേതായ അപാകത ഉണ്ടാവും അയാളിൽ, തീർച്ചയായിട്ടും ഉണ്ടാവും. അവിടെ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുക എന്നതാണ് സ്ത്രീയെ സംബന്ധിച്ചും പുരുഷനെ സംബന്ധിച്ചും സാധാരണ നിലയ്ക്ക് വേണ്ടത് എന്ന് ഭാഗവതം തന്നെ പഞ്ചമസ്കന്ധത്തിൽ പറയാൻ പോകുന്നുണ്ട്. ഞാൻ പറയണതല്ല കേട്ടോ ഇതൊന്നും. പഞ്ചമസ്കന്ധത്തിൽ ഭാഗവതം പറയണു, അത് അവിടെ പറയാൻ വിസ്തരിച്ചിട്ട്. വിവാഹം കഴിക്കാതെ നിവൃത്തിയിടത്തോളം ആൾക്കാർ കഴിയരുത് എന്നാണ് ഭാഗവതത്തിൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പഞ്ചമസ്കന്ധം വരുമ്പോൾ അത് വിശദീകരിക്കാം. പ്രിയവ്രത ചരിത്രത്തിൽ കൂടെ വിവാഹം കഴിക്കാതെ പോയപ്പോൾ എന്തുണ്ടായി? അപ്പോൾ തൻ്റെ ധർമ്മം നന്നായിട്ട് അനുഷ്ഠിക്കണം എന്ന് ഭഗവാൻ വിഷ്ണു തന്നെ ആയ പൃഥുവിന് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പൃഥുവോ ഭഗവാനോട് പോയി മറിഞ്ഞു. പൃഥു മക്കളെ വിളിച്ചിട്ട്, പ്രജകളെന്ന് പറഞ്ഞാൽ മക്കളാണല്ലോ, അവരോടും താൻ കേട്ട കാര്യങ്ങൾ പ്രജകളെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തു. സഭ്യാശൃണുതഭദ്രം വസാധവോ യൈഹാഗത. സജ്ജനങ്ങളേന്ന് വിളിക്കുകയാണ്. അത്ര നല്ല വിളിയാണെന്നറിയോ? ഒറ്റ ആളെ കൂടി തെറ്റായിട്ട് കണ്ടില്ല ഭഗവാൻ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്, എൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ടേ അല്ല, സ്വാർത്ഥം ഇതിൽ ഒട്ടുമില്ല.
അഹം ദണ്ഡധരോ രാജ, ഞാൻ ഈ വടിയും കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞാൽ വടിയാവണമെന്നില്ല, ശിക്ഷയാകുന്ന അധികാരത്തിൻ്റെ പ്രതീകമാണ് ദണ്ഡ്. കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യം ഭരണം നേരെ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിൽ രാജ്യാധികാരം ആവില്ല, ഒരു കർഷകൻ്റെ കയ്യിൽ ഒരു കലപ്പയായിരിക്കാം അല്ലേ, യുദ്ധം ചെയ്യുന്ന ക്ഷത്രിയൻ്റെ കയ്യിൽ ആയുധമായിരിക്കാം, അധ്യാപകൻ്റെ കയ്യിൽ പുസ്തകമായിരിക്കാം. എന്താണ് നിങ്ങളിൽ നിക്ഷിപ്തമായിട്ട്? നേരത്തെ ഭഗവാൻ പറഞ്ഞ അതേ കാര്യം ഇവിടെ ആവർത്തിച്ച് പറയുകയാണ് പ്രജകളോട്. രാജാവ് പ്രജകളോടാണ് ഇവിടെ പറഞ്ഞത്, നേരത്തെയോ വിഷ്ണു ഭഗവാൻ പൃഥുവിനോടാണ് പറഞ്ഞത് എന്നേ ഉള്ളൂ. അപ്പം നമ്മളെപ്പോഴും നല്ല ഉപദേശങ്ങൾ കേൾക്കണം, അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മളെക്കാൾ കുറവാണോ അല്ലെങ്കിൽ നമ്മൾ ഉപദേശിക്കേണ്ട അർഹതയിലോട് ഉപദേശിച്ച് കൊടുക്കും വേണം. അറിവൊരിക്കലും പൂർണ്ണമാവുന്നില്ല. അപ്പം മറ്റൊരാളിൽ നിന്ന് കിട്ടിയ അറിവ് അവിടെ വെച്ചാൽ മതിയോ? അത് പോരാനിതാ ഭഗവാൻ തന്നെ പറയണു, അത് പോരല്ലോ, അത് നമ്മളോട് കൂടി മണ്ണടിഞ്ഞ് പോവുക ചെയ്യണത്. അതിന് പകരം എന്ത് ചെയ്യുക? ഏതെങ്കിലും സന്ദർഭത്തിൽ കൂടിയിട്ടോ സൗകര്യത്തിൽ കൂടിയിട്ടോ അത് കഴിയണ വിധം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എല്ലാവരെയും ഉൾക്കൊള്ളിക്കണമെന്നോ അടിച്ചേൽപ്പിക്കാനോ നമുക്ക് പറ്റില്ല. കഴിവുള്ള രീതിയിൽ കൂടെ അത് മറ്റുള്ളവരിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മളോട് കൂടിയിട്ട് അതൊക്കെ മണ്ണടിയും ഇല്ലേ. നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മുടെ സ്വന്തമാണോ? അല്ല, ശ്രീമദ് ഭാഗവത്തിൽ നിന്ന് കിട്ടിയത്, ഗുരുനാഥന്മാർ പറഞ്ഞ ശാസ്ത്രത്തിൽ അടിസ്ഥാനമായിട്ടുള്ളത്. അങ്ങനെയാണ് എന്തെങ്കിലും നമുക്ക് ഉണ്ടച്ചാലുള്ളൂ, കൂടുതലൊന്നുമില്ല. വളരെ കുറച്ചുള്ളത് അടിസ്ഥാനമുള്ളതാണ്, വെറുതെ വല്ലവരും പറയുന്നത് കേട്ടതല്ല. അപ്പം അതെന്ത് വേണം? മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നാണ് ഭഗവാൻ സതുപദേശങ്ങളിൽ കൂടി കേട്ടത്. പിന്നെ ഭക്തിയെ പറ്റി വളരെയധികം പറഞ്ഞു. യത്പാദ സേവാഭിരുചി തപസ്സിന, ഏതൊരു ഭഗവാന്റെ തൃപ്പാദപത്മത്തിലുള്ളതായിരിക്കുന്ന ഭക്തിയാണ്. അശേഷ ജന്മോപചിതം, അനവധി ജന്മങ്ങളിൽ സമ്പാദിച്ച മനസ്സിൻ്റെ മാലിന്യങ്ങളെല്ലാം അശേഷം നീക്കിക്കളയും. ഭഗവത്പാദ ഭക്തി ഒന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ എല്ലാ ദോഷങ്ങളും തന്നെ പോവും. ഇത് എളുപ്പമല്ല പോവുക എന്ന് പറഞ്ഞാൽ രാഗദ്വേഷാദികളും കാമക്രോധാദികളും ജന്മജന്മാന്തരങ്ങളിൽ ഉറഞ്ഞു കൂടിയിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ. അതൊക്കെ ചിരണ്ടി കളയണച്ചാൽ പ്രഹ്ലാദൻ പറയുക, നരസിംഹമൂർത്തേ അങ്ങയുടെ നഖം തന്നെ വേണ്ടി വരും, അല്ലാണ്ട് ഇതൊന്നും പോവില്ല കേട്ടോ എന്ന്. ഇങ്ങനെ നഖം കൊണ്ട് ചേരേണ്ട ഭക്തി കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹവുമാണ് നഖം കൊണ്ട് ചേരേണ്ട എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് ഹൃദയത്തിൽ കയറി ചേരേണ്ടതല്ല. വേറെ ഒരായുധം കൊണ്ട് ചേരണ്ടിയാൽ അത് പോവില്ല. കാമക്രോധാദി ദോഷങ്ങളെ ഞാൻ മരിച്ചാലും മറക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മരിക്കുക. പിന്നെ വീണ്ടും ജനിക്കാണ്ടിരിക്കുമോ? മരിച്ചാലും മറക്കില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കുന്ന ഉറപ്പല്ലേ? ആണ് ആഗ്രഹം. അപ്പോൾ അതിനെ ഭക്തി ഉണ്ടാവുക, മനസ്സ് ശുദ്ധാക്കുക, ആരോടും പ്രതികാരം വേണ്ട. എല്ലാവരും ഇങ്ങോട്ട് തെറ്റ് ചെയ്താൽ അവനെ നന്നാക്കണേ ഭഗവാനെ എന്ന് അങ്ങോട്ട് പറയുക ഭഗവാനോട്. അവനെ നന്നാക്കാൻ പോയിട്ട് വാദപ്രതിവാദത്തിലോ അപകടത്തിലോ പോയി പെടണ്ട, നന്നാവാത്തൊരു നന്നാവൊന്നുമില്ല. അപ്പോൾ മനസ്സിൽ ആരോടും വിരോധം വയ്ക്കാണ്ടിരിക്കുക, അവനവൻ്റെ കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യുക, ഭക്തി നല്ലപോലെ വളർത്തുക. പിന്നെയോ സജ്ജനങ്ങളോട് എപ്പോഴും നല്ലതായിട്ടുള്ള രീതിയിൽ പെരുമാറുക. അശ്നാത്യനന്തക്കലു തത്വഗോപിതോ ശത്താഹുകം, അതായത് ഈ വാമണർക്ക് അന്നം കൊടുക്കുക എന്നത് പണ്ടത്തെ ഒരു പ്രധാന ചടങ്ങായിരുന്നു. അപ്പോൾ ഈ അഗ്നിയിൽ എന്തെങ്കിലും ഹോമദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താ അറിയോ? ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ, നല്ല കർമ്മം അനുഷ്ഠിക്കുന്നവരെന്ന് അർത്ഥമേ ഉള്ളൂ, സാമുദായികമല്ല. അവിടെ അവർക്ക് എന്തെങ്കിലും കൊടുക്കുക, ഇല്ലാത്തവർക്കും നല്ലവർക്കും ദാനം ചെയ്യുക. കാരണം നല്ല തത്വം പറയണോ ആലോചിച്ച് നോക്കൂ. വസ്ത്രോ ധനോ, അതുപോലെ തന്നെ അന്നമോ ധനധാന്യങ്ങളോ വസ്ത്രമോ സ്വർണമോ ഇല്ലാത്തവർക്കും സജ്ജനങ്ങൾക്കും ദാനം ചെയ്യണം കേട്ടോ. ദുർജനങ്ങൾക്ക് ദാനം ചെയ്താൽ നമുക്ക് ദോഷം ഉണ്ടാവുക. അതാണ് ബ്രാഹ്മണർ എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് കൊടുക്കുക. അതൊക്കെയാണ് ഹേ പ്രജകളെ നല്ല ആൾക്കാർ എപ്പോഴും അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ അവർക്കൊക്കെ വളരെ സന്തോഷമായി. ഈ സതുപദേശങ്ങൾ കൊടുക്കണവർ, ഇഷ്ടമുള്ളവർ ഏത് കാലത്തും ഉണ്ടാവും. ഇനി എത്ര കാലം അതപ്പതിച്ചോട്ടെ, നല്ല രണ്ട് വാക്കുകൾ പറഞ്ഞു നോക്കൂ, കുറച്ചാളെങ്കിലും അത് അംഗീകരിക്കും അല്ലേ? എല്ലാവരും അംഗീകരിച്ചില്ലെങ്കിലും കുറച്ചാളെങ്കിലും നന്നായി കിട്ടും അത് എന്ന് പറയാതിരിക്കില്ല. ഏതായാലും അതിനുശേഷം സനൽ കുമാരാദികൾ ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വന്നു. സനകൻ, ധനന്ദൻ, ധനാധനൻ, ധനകുമാരൻ ഈശ്വരാവതാരങ്ങളാണ്, ഈശ്വരാംശങ്ങളാണ്. അവരോട് നമസ്കരിച്ചു പൃഥുരാജാവ്. അവരെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളവർക്ക് ഈ ക്ഷേമം ഉണ്ടാവാൻ എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നൊന്ന് പറഞ്ഞു തരണം.
സനകാദികൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ അങ്ങ് ഈശ്വരനാണ്, അങ്ങ് ഞങ്ങളോടാ ചോദിക്കണം, ശ്രേയസ്സിന് എന്താ വേണ്ടതെന്ന് ഞങ്ങളോടാണോ ചോദിക്കണം? സാധൂനാം മതിരീദൃശി, അങ്ങിപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഈശ്വരനായിട്ട് ധർമ്മം അനുഷ്ഠിക്കാൻ അവതരിച്ച് കാണിച്ചു കൊടുക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് രാജാവ് വേണ്ടത്, സജ്ജനങ്ങൾ വേണ്ടത് എന്ന് അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞങ്ങളോട് ചോദിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളിൽ നിന്നൊന്നും അങ്ങേക്ക് കിട്ടാനില്ല, അറിവിൻ്റെ മൂർത്തിമത് ഭാവമാണ്. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ചിലത് പറയാം, പറഞ്ഞില്ലെങ്കിലും തെറ്റാവില്ലേ. എന്താണ് വേണ്ടത്? ആദ്യം ഭക്തി ഉണ്ടാവുക. നേരത്തെ പറഞ്ഞ തന്നെ ഭക്തി ആദ്യം ഉണ്ടാവണം. പാദാരവിന്ദസ്യ ഗുണാനുവാദനേ, ഭഗവാന്റെ പാദാരവിന്ദത്തിൻ്റെ മഹത്വം വാഴ്ത്തുന്ന സമയത്ത് കണ്ണീരൊഴുകുക, എല്ലാം മറക്കാൻ സാധിക്കുക. നമ്മൾ ആരാണെന്ന് എന്താണെന്നോ പേരടക്കം മറന്ന് അങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കുക. ആ ഭക്തി ഉണ്ടാവുക. അങ്ങനെയാണെങ്കിലോ കാമങ്കഷായം മലമന്തരാത്മന, ഭഗവാൻ പറഞ്ഞു കൊടുത്ത് കേട്ടു തന്നെ പറഞ്ഞത്. ഏതൊരു ഭഗവാന്റെ പാദപത്മത്തിൽ ഭക്തി ഉണ്ടായ മനസ്സ് ശുദ്ധമാവും. ആ കേട്ട തന്നെ ഇവിടെ പറയണത് കണ്ടോ, തൻ്റെ ആയിട്ടൊന്നും പറയില്ല. കാമങ്കഷായ കലങ്ങി മറിഞ്ഞ മനസ്സിൻ്റെ അവസ്ഥ മാറിയിട്ട് ശുദ്ധാവും. അല്ലയോ കൂട്ടരെ, ആ ഭക്തി ഉണ്ടാവുക. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും ഉള്ള നിഷ്ഠയ്ക്കാണ് ശ്രദ്ധ എന്ന് പറയുക, അതുണ്ടാവുക. ഗുരുജനങ്ങളിൽ ഭക്തി ഉണ്ടാവുക. ആത്മാവിൽ എപ്പോഴും ശ്രദ്ധ ഉണ്ടാവുക. ആത്മാവല്ലാത്ത കാര്യത്തെക്കുറിച്ചോ വല്ലാതെ ലോകകാര്യങ്ങളിൽ കടന്ന് മുങ്ങി പൊങ്ങാണ്ടിരിക്കുക. ഏതൊക്കെയാ? ഷീട്ട് കളിക്കുക, സിനിമ കാണുക, നാടകം കാണുക, ചൂത് കളിക്കുക. ഇതിനൊക്കെ മൊത്തത്തിൽ ഗ്രാമ്യഗീതം എന്നാണ് പറയുക, ഗ്രാമ്യധർമ്മം എന്നാണ് പറയുക. അതിലേക്ക് വല്ലാതെ മനസ്സ് കൊടുക്കണ്ട. ഇതൊക്കെ വിട്ട് നിന്ന് മനസ്സിനെ ഈശ്വരീയമായിട്ട് നേരം പോവാണോ അല്ല സത്സംഗമോ അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ മുഴുകുക. അപ്പോൾ എപ്പോഴും മനസ്സ് ഈശ്വരനെ അറിയും. വല്ലാതെ ജനത്തിൻ്റെ ഇടയിൽ കിടന്ന് സംവാദം ഒഴിച്ച് വിവിക്ത രുചിയ ഒഴിഞ്ഞു നിൽക്കുക. കുറച്ച് സമയം ഒഴിഞ്ഞിരുന്ന് ഞാൻ ആത്മാവാണെന്നും ഈശ്വരനല്ല എന്നും, ഈശ്വരനല്ല എന്നല്ല, ആത്മാവാണ് ശരീരമല്ല, ഞാൻ ആത്മാവാണ് ശരീരമല്ല, ഇതല്ല ഞാൻ എന്ന് ഓർക്കുക. ഈ കാണുന്ന പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരമല്ല ഞാൻ, ആത്മാവാണ് എന്ന് ഉറപ്പിക്കുക. ഭാഗവത ധർമ്മങ്ങൾ അനുഷ്ഠിക്കുക. മഹാന്മാർ പോയ വഴിക്ക് പോവുക. അവരുടെ ജീവിത കഥകളൊക്കെ കേൾക്കുക. രാമകൃഷ്ണ പരമഹംസരോ ശങ്കരാചാര്യരോ വിവേകാനന്ദ സ്വാമികളോ അവരുടെയൊക്കെ ചരിത്രം പഠിക്കുക. യോഗേശ്വരോപാസനയാ. അപ്പോൾ കുറേശ്ശെ അത്തരം ഗുണങ്ങൾ നമ്മളറിയാതെ ഉണ്ടാവും. അങ്ങനെ ഭക്തിയോട് കൂടിയിട്ട് വേണം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കഴിച്ചു കൂട്ടാൻ എന്ന് പറഞ്ഞ് 5 മക്കളിൽ ആ രാജ്യഭാരം സമർപ്പിച്ച് അദ്ദേഹം കാട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ പേരൊക്കെ പറയുന്നുണ്ട്. വിജിതാശ്യം, ധൂമ്രകേശം, മര്യശ്യം, ദ്രവിണം, മൃഗൻ എന്നീ 5 മക്കളിൽ അധികാരം കൊടുത്ത് ധർമ്മരാജനെ പോലെ ധർമ്മബോധത്തോട് കൂടിയിട്ട് ഹിമവാനെ പോലെ എല്ലാവർക്കും എല്ലാതും നൽകി, കുബേരനെ പോലെ എല്ലാ സമ്പത്തിൻ്റെ അധിപനായി, എല്ലാ സ്ത്രീകളിലും നല്ല മനോഭാവം ഉണ്ടായിരുന്നു. പത്നിയിൽ മാത്രം ശരീരത്തിൻ്റെ പകുതി കൊടുത്ത ആൾ, ബ്രഹ്മജ്ഞാനത്തിൽ ബൃഹസ്പതിക്ക് സമനായിട്ട് എന്നൊക്കെ ഏതേത് വിഭാഗത്തിൽ ആരാണോ കേമൻ അതിന് സമാനമായി രാജ്യം ഭരിച്ച് കാട്ടിലേക്ക് പോയി യോഗമാർഗത്തിൽ തൻ്റെ ശരീരം ഉപേക്ഷിച്ചു. അതായത് പെരുവിരൽ കൊണ്ട് ഗുദം അടച്ച് ശ്വാസത്തെ മേപ്പെട്ട ഷഡാധാരങ്ങളിൽ കൂടിയിട്ട് കയറ്റുക. മൂലാധാരം, മണിപൂരകം, അനാഗതം, ആജ്ഞ, വിശുദ്ധി എന്നതിൽ കൂടി അനാഹതം ഇതിൽ കൂടി കയറ്റി പ്രാണനെ കളയണ യോഗമാർഗത്തിൽ കൂടെ ജീവനെ കളഞ്ഞാൽ മോക്ഷമാണ്. കീഴ്പ്പെട്ട് ജീവൻ പോയാൽ വീണ്ടും ജനനോ അധപ്പതനോ അത്രേ. അതിനെ അങ്ങനെയല്ലാതെ ഊർധ്വഗതിയിൽ പ്രാണനെ കളഞ്ഞ് തൻ്റെ ശരീരം വെടിയുകയും ചെയ്തു. പത്നിയായിരിക്കുന്ന അർച്ചിസും തൻ്റെ ശരീരം വെടിഞ്ഞു. അഗ്നിയിൽ ഉപേക്ഷിച്ചിട്ട് സതിയല്ല കേട്ടോ, സതിയെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയും. അങ്ങനെയല്ല, സ്വയമേധയാ ചെയ്തതാണ്. അത് ഈശ്വരിയാണ്, ലക്ഷ്മിയാണ്, സാധാരണക്കാരല്ല ചെയ്തിരിക്കണം. അവിടെ നമ്മൾ ചെയ്യണമെന്നൊന്നുമില്ല. ലക്ഷ്മി ഭഗവതി ആയതുകൊണ്ട് സീത മായയിൽ മറിഞ്ഞില്ലേ, മായാഗ്നിയിൽ മറിഞ്ഞിട്ടല്ലേ മായാസീത. അതൊക്കെ ഈശ്വരികളുടെയും ദേവികളുടെയും ദേവന്മാരുടെയും മാർഗമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യണമെന്ന് അവിടെ വിവക്ഷയൊന്നുമില്ല. തൻ്റെ ശരീരം അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. ദേവർ സ്ത്രീകളെ പുഷ്പവൃഷ്ടി ചെയ്ത് പൃഥുവിനെ വാഴ്ത്തി എന്നും പറഞ്ഞ പൃഥുചരിതം അവസാനിക്കുകയാണ്. അനുദിനമിത മഹദരേണ ശുണ്യം ബുധുചരിതം പ്രതയൻ വിമുക്തസംഗ ഭഗവതി ഭവസിന്ധു പോതപാദേ സജനിപുണം ലഭതേരിതി മനുഷ്യ. ഈ കഥ ഏതൊരാൾ ഭക്തിശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ടോ അവർക്കൊക്കെ ഭഗവാന്റെ ഭക്തി ഉണ്ടാവും, മുക്തിയും ഭുക്തിയും തന്നെ കിട്ടും ചെയ്യും എന്ന് പറഞ്ഞിട്ട് പൃഥുചരിതം ഉപസംഹരിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട്
തുടർന്നുള്ള കഥാഭാഗം പ്രാചീന ബർഹിസിൻ്റെ കഥ അടുത്ത ഭാഗത്ത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.